ഇപ്പോൾ എല്ലാ ആളുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ പിറകെയാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അധികം കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ടേം ആണെന്ന്. ഇറ്റ്സ് ഗോയിങ് ടു ബി എവറിത്തിങ് ഗോയിങ് ടു ബി ഡിജിറ്റൽ. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഡാറ്റ എക്കണോമി, ഒരു ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഒരു ബിഗ് സ്ക്രീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയായിരുന്നു, സ്മാൾ സ്ക്രീൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടി വി ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ നൗ ഇറ്റ്സ് ബിഗ് സ്ക്രീൻ ഇസ് ടി വി, സ്മാൾ സ്ക്രീൻ എന്ന് പറയുന്നത് മൊബൈലായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു കൊറോണയ്ക്ക് ശേഷം ഒരു പേഴ്സണലൈസ്ഡ് സ്പേസിലേക്ക് എല്ലാവരും പോയി. ആ പേഴ്സണലൈസ്ഡ് വേൾഡ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നേരത്തെയൊക്കെ ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒന്ന് ടി വി കാണുക ഒക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ അല്ലാതെ ഇപ്പോൾ ആളുകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ടി വി കാണുന്ന ആ സിസ്റ്റമൊക്കെ പോയി. എല്ലാവരും സ്വന്തമായിട്ട് എല്ലാം മൊബൈലിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് സ്പേസ് ക്രിയേറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ട് മാർക്കറ്റും ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വലിയ രീതിയിൽ ബൂം ചെയ്ത് വരുന്നത്. അപ്പോൾ നസ്രി ചോദിച്ചൊരു ചോദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളെ കുറിച്ചിട്ടാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ നമുക്കൊരു ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ, അല്ലാതെ തന്നെ ഒരു സ്കോപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഒരു പ്ലത്തോറ ഓഫ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ അങ്ങനെ നാട്ടിലും കണ്ടമാനം ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ഈവൻ ബ്രാൻഡിങ് അല്ലെങ്കിൽ അഡ്വർടൈസിങ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു പയ്യനെ എടുത്ത സമയത്ത് അക്കാഡമി എന്നോട് പറഞ്ഞു, അതായത് നിങ്ങൾ ജസ്റ്റ് ഫ്രഷ് ആയ ആളാണ്, 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ അവർ സാലറി ഒക്കെ പറഞ്ഞു, ഇറ്റ് വാസ് ലൈക്ക് എ ഡീസൻറ്റ് സാലറി ആൻഡ് ഓൾ, ബട്ട് ദേ സെഡ് ഡോണ്ട് ഗിവ് ഇറ്റ് ടു ഹിം, ഗിവ് ഇറ്റ് ടു അസ്, വി വിൽ ഗിവ് ഇറ്റ് ടു ഹിം. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ? ആൻഡ് ടു വിച്ച് ഹി സെഡ്, അതെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വല്ല പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷർ ആയതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ വി വിൽ കം ആൻഡ് ഫിക്സ് ദാറ്റ് പ്രോബ്ലം. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, അതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഫ്രഷർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഹി വിൽ ടെൻ ടു മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ അത് പിന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന എന്തെങ്കിലും കവറപ്പ്, അപ്പോൾ അത് നന്നായിരിക്കും എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ സമയത്ത് വെൻ ഐ ചെക്ക് വിത്ത് ഹിം, ഹി സെഡ് ലൈക്ക് പുള്ളിയായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇപ്പം ഞാൻ കമ്പനി കൊടുക്കുന്ന സാലറിയുടെ ഒരു എന്താ പറയുക, ഒരു 1/10 അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു എമൗണ്ട് സ്റ്റൈപ്പൻ്റായിട്ട് ആണ് പുള്ളിക്ക് കിട്ടുന്നത്. അപ്പോൾ he must have paid some 70,000 something for 6 months or 3 months കോഴ്സ്. ഈ ഒരു എമൗണ്ട് കോഴ്സ് ഫീക്ക് പുറമേ ഈ കുട്ടികളെ പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ 100% പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഡ്വർടൈസ് ചെയ്യുക. ഈ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും വലിക്കുകയാണ്. ഞാൻ ഏതാണ് സ്ഥാപനം ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു പരസ്യത്തിനുള്ളിലെ പരസ്യം എന്നൊക്കെ പറയുമല്ലോ, ഇവരെന്താണോ അഡ്വർടൈസ് ചെയ്യുന്നത് 100% പ്ലേസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നിടത്തൊന്നും ഈ പറയുന്ന എത്രയാണോ കോഴ്സ് ഫീ അതിൻ്റെ അത്ര തന്നെ ഇങ്ങനെയും വലിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വല്ലാത്തൊരു ക്രൂരതയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഐ സെഡ് അതിൻ്റെ ഒരു എന്താണ് നാട് നടന്നുകൊണ്ടിരിക്കുന്നത്, വളരെ അണത്തിക്കലായിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നി. ആൻഡ് ഐ ടോൾഡ് ഹിം ലൈക്ക്, അപ്പോൾ അത് ഈ കാര്യം ചോദ്യം ചെയ്തപ്പോൾ അവരുടനെ ആ പയ്യനെ വലിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇതാണ് ജനറലായിട്ട് നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ ഒബ്വിയസ്ലി നല്ല രീതിയിൽ. അതിനുശേഷം എനിക്ക് നല്ലൊരു സ്ഥാപനമായിട്ട് എനിക്ക് പിന്നെ എന്താ പറയുക കോൺടാക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ദ പ്രൊവൈഡഡ് നല്ല റിയൽ ടാലൻസിനെ അവർ തരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേക്ക് കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പയ്യൻ തന്നെ അത്രയും ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തൊരു പയ്യനാണ്. പക്ഷേ അവർ ചിലപ്പോൾ ലോൺ എടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഫണ്ട് റേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ കോഴ്സിനെ കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതിലായിരിക്കും. പക്ഷേ ഈ ഒരു പെട്ടെന്നൊരു കോഴ്സിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ് കിട്ടുന്നുള്ളതിൽ ചാടി ഇറങ്ങി പുറപ്പെടാതിരിക്കുകയാണ് എൻ്റെ ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ആസ് എ സെഡ്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എല്ലാം ഒരു എ ഐയിലേക്ക് ചേഞ്ച് ആവുകയാണ്. അപ്പോൾ എ ഐയിലേക്ക് ചേഞ്ച് ആകുമ്പോൾ ഒബ്വിയസ്ലി നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടോ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്ക് വളരെ ഒരു മാറ്റം വരികയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന കോഴ്സുകൾ ഇതിനോട് കമ്പാറ്റബിൾ ആണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം ഒന്ന്. കാരണം
തിങ്സ് ആ വളരെ ഒരു ഫാസ്റ്റ് പേസിലാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇപ്പം നിലവിലുള്ള കാര്യങ്ങൾ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടും അപ്ഗ്രേഡഡ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടിപ്പിക്കൽ പാരാമീറ്റേഴ്സിലല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആരെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ മാനുവലായിട്ട് എൻ്റർ ചെയ്താൽ പോയിട്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ അതിൽ തന്നെ കുറേ AI വന്നു, ലൈക്ക് ആൻഡ്രോമെഡ ആൻഡ് ഓൾ. ആൻഡ്രോമെഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഒരു അനലിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് AI വെച്ചിട്ട് പിന്നെ അത് പുള്ളി ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഒരു 1/10 കുറയാണ്. അപ്പോൾ 1/10 കുറയുമ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു പ്രൊസീജിയറലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സിലബസ് വൈസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ഗോയിങ് ടു ബി ഇൻ വെയിൻ, അല്ലെങ്കിൽ ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് ആയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് മണി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എൻട്രി എന്നുള്ള ലെവലിൽ, അല്ലെങ്കിൽ ഗോട്ട് ഇൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ആ ഒരു പ്രൊഫഷണൽ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം എന്തൊക്കെയാണോ അത് മാത്രം കണ്ണടച്ച് വിശ്വസിക്കാതെ, അല്ലെങ്കിൽ അത് മാത്രം എന്താ പറയുക, ഇതുകൊണ്ട് ഞാൻ എല്ലോ ആയി, നാളെ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉടനെ ഇത്ര കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധാരണ വെച്ച് പോകരുത്. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു പെർസ്യൂ നല്ലൊരു ഫീൽഡ് പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ ഓപ്പർച്യൂണിറ്റി യു മേഡ് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് യു ഗോട്ട് ഇൻ ടു ഇറ്റ്. എന്നിട്ട് ആ ഒരു ടൂളാക്കിയിട്ട് തന്നെ നിങ്ങൾ സ്വയം സെൽഫ് റിഫൈൻഡ് ആയിട്ടും അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ലെവലിൽ സ്കെയിലപ്പ് ചെയ്യാനും അതിന് അപ്സ്കില്ല് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം.